ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തരായ ക്ലബ്ബുകൾ മാറ്റുരയ്ക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ്. അതാണ് ക്ലബ് വേൾഡ് കപ്പ്. ഒരുപക്ഷെ ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും പ്രൗഢഗംഭീരമായി അരങ്ങേറുന്ന ഒരു ടൂർണമെന്റാണിത്. 2000-ലാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് ആദ്യമായി ഫിഫ നടത്തുന്നത്. നൂറ്റാണ്ട് കാലം പിന്നിട്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ആരും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, ഒരുപക്ഷെ യൂറോപ്പിലെ ചാമ്പ്യന്മാരായി വരുന്ന ടീമിന് സിമ്പിൾ ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു ടൂർണമെന്റായി ഇത് മാറിയിട്ടുണ്ടായിരുന്നു. 2013 മുതൽ ഇങ്ങോട്ട് യുഎഫ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്ന ടീമുകൾ മാത്രമാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചിട്ടുള്ളത്. അതിനു മുമ്പും വിരലിലെണ്ണാവുന്ന തവണ മാത്രമാണ് മറ്റു വൻകരകളിൽ നിന്നുള്ള രാജ്യങ്ങൾ കിരീടം നേടിയത്. അങ്ങനെ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഈ ടൂർണമെന്റിന് പുതിയൊരു വഴി തെളിക്കുകയാണ് ഫിഫ ഇപ്പോൾ. 2016 മുതൽ തന്നെ ഈ ടൂർണമെന്റിനെ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ നടത്തണമെന്ന ആലോചനകൾ ഫിഫ നടത്തുന്നുണ്ട്. പിന്നീട് കാലക്രമേണ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുകയും ഈ വർഷം, അതായത് 2025-ൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ ഈ ടൂർണമെന്റ് വിപുലമായി തന്നെ നടത്താൻ ഫിഫ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഒരു കിടിലൻ ടൂർണമെന്റ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങാൻ ബാക്കിയുള്ളത്. മുമ്പ് കാലങ്ങളിലൊക്കെ യൂറോപ്പിൽ നിന്ന് ഒരു ടീമാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത്. എല്ലാ വൻകരകളിൽ നിന്നും ഇതുപോലെ ടീമുകൾ പങ്കെടുക്കും. എന്നാൽ ഇത്തവണ കാര്യങ്ങളൊക്കെ മാറുകയാണ്. എല്ലാ വൻകരകളിൽ നിന്നും ഒന്നിലധികം ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടീം വിജയിക്കുമെന്ന് നേരത്തെ പ്രവചിക്കാനൊന്നും സാധിക്കില്ല. യൂറോപ്പിൽ നിന്ന് തന്നെ ഒട്ടനവധിയായിട്ടുള്ള മികച്ച ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു. ആരായിരിക്കും ഇത്തവണത്തെ ക്ലബ് വേൾഡ് കപ്പിലെ വിജയികളാവുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.